നല്ല രസമുള്ള ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ജീവിതത്തിൽ. പക്ഷേ അപ്പോഴും പല തരത്തിലുള്ള ആൾക്കാരുള്ളപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര പലതരത്തിലുള്ള ആൾക്കാരും ഇല്ല ഫ്രണ്ട്സായിട്ട്. നമ്മൾ എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണും അത്ര കൺസർവേറ്റീവ് ഒക്കെ ആണെങ്കിൽ എനിക്ക് അത്ര ഫ്രണ്ട് ആവാൻ പാടാണ് വലുതായതിനു ശേഷം. കൊച്ചിലെ പലതരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കൊച്ചിലെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് കൺസർവേറ്റീവ് ആയിരുന്നവർ ഇപ്പം അല്ലാതായി. അങ്ങനെ ഞങ്ങൾ എന്താണ് ഒരുമിച്ച് വളർന്ന് എല്ലാവരും ഏത് ലോകത്തുനിന്ന് വന്നാലും ഏകദേശം ഒരേപോലെയൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരായി മാറി. അതുകൊണ്ട് തന്നെ ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രഭ എന്തിങ്ങനെ എന്നൊക്കെ എനിക്ക് തോന്നും. എന്തിനാ ഇങ്ങനെയുള്ളൊരു സ്ത്രീ എന്നൊക്കെ എനിക്ക് തോന്നും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ പൊതുവെ. ഇവരുടെ അടുത്തൊന്നും എനിക്ക് കൂട്ടാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷേ ഈ സിനിമ കാരണമാണ് എനിക്ക് പായലിന് എപ്പോഴും പറയും എനിക്ക് പ്രഭനെ കണ്ണെടുത്ത കണ്ടോളാം എന്നൊക്കെ ഞാൻ പറയും. എനിക്ക് കൂടുതൽ ഇഷ്ടം പാർവതിയുടെ അടുത്ത് കുറച്ചും കൂടി എന്ന് വെച്ചാൽ അവരുടെ എല്ലാ സാഹചര്യം ഉള്ളപ്പോഴും അവർ കത്തി നിൽക്കണ പോലെ വന്നവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. പിന്നെ അനുവിൻ്റെ അടുത്തായിരിക്കും ഒരു ഇഷ്ടം ഉണ്ടാവുക. അത് യങ് ആയിരിക്കണോണ്ട് തന്നെ അവർക്ക് ആ ഒരു അപ്പോഴും യങ് ആകുമ്പോഴും ക്യൂരിയോസിറ്റി ഇല്ലാണ്ടിരിക്കുകയും റെബൽ അല്ലാണ്ടിരിക്കണ പിള്ളേരും ഉണ്ട്. പക്ഷെ എന്നാലും അനുവിൻ്റെ കഥാപാത്രം അറ്റ്ലീസ്റ്റ് ആ ഒരു തീ ഉള്ള ഒരാളായതുകൊണ്ട് അതിനോടൊരു ഇഷ്ടമാണ്. പ്രഭനെ എനിക്ക് ഒരു തരത്തിലും ശരിക്കും എനിക്ക് അങ്ങനെ ഒരാളടുത്ത് ഞാൻ ഫ്രണ്ട് ആവുമോ എന്ന് ഞാൻ ആലോചിക്കുക എൻ്റെ ജീവിതത്തിൽ. എനിക്കതത്ര എളുപ്പമല്ല. അപ്പം ഞാൻ ഈ സിനിമയുടെ ഞാൻ കുറച്ചും കൂടെ ഒരു ശ്രമിക്കാറുണ്ട് ഞാൻ. എന്നുവെച്ചാൽ മിണ്ടാതൊക്കെ ഇരിക്കും. പക്ഷെ എന്നാൽ നമുക്ക് എത്രത്തോളം തുറന്ന് സംസാരിക്കും. പക്ഷെ അവർക്കും അത് പറ്റണമല്ലോ. ഇതൊരു ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ലല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ കാരണം വേറൊരാൾക്ക് ഇതെന്ത് വ്യക്തി എന്ന് തോന്നിയിട്ട് തളർച്ച വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ അക്സെപ്റ്റൻസ് വേണം ഈ പറഞ്ഞത്. അപ്പോൾ പ്രഭയെ പോലൊരാളെ ഞാൻ ഫ്രണ്ട് ആവണമെങ്കിൽ അവരും അക്സെപ്റ്റ് ആവാൻ അവരുടെ ഈ സിനിമയിൽ അവസാനം അവരാ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി അനുവിനെയൊക്കെ തയ്യാറായി ഇരിക്കുന്നൊരവസ്ഥയിൽ ആ സമയത്ത് എന്നെ പോലെ ഒരാൾക്ക് അവരുടെ ഫ്രണ്ട് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും വ്യത്യാസമായിട്ട് ഇരിക്കുന്ന സമയത്തും മറ്റുള്ള വ്യത്യസ്തമായ ആൾക്കാരെ ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനും കൈൻഡായിട്ടിരിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരവസ്ഥ ആണ് നല്ലത്. അത് പറ്റിയെങ്കിൽ നല്ലത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്.